السلام عليكم ورحمة الله وبركاته. الحمد لله نحمده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാനിലുള്ള റാഫിദുകളെയും സലഫികൾ വിമർശിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഇക്കാലമത്രയുമുള്ള ഉലമാക്കൾ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിരളി പിടിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാണ്. മാത്രമല്ല, ഇറാൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാനിലുള്ള അവിടുത്തെ നേതാക്കന്മാര് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ അവർക്ക് ഷഹീദുകളാണ്. അതുപോലെ മറ്റുള്ളവർ ഏറ്റവും പ്രിയപ്പെട്ട നീതിയുടെ വക്താക്കളായിട്ടാണ് ഇവരെ ചെയ്യുന്നത് കാണിക്കുന്നത്. ഇറാൻ മ്യൂസിക്കിനോടും അവിടെയുള്ള മാധ്യമങ്ങൾ, അവിടുത്തെ ഫിലിമുകൾ, അതിനോടൊക്കെ വലിയ ആരാധനയാണ് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്ക്. ആരെങ്കിലും ഇറാനെ വിമർശിച്ചു കഴിഞ്ഞാൽ, റാഫിദുകളെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരപ്പം ഇവർ യഹൂദികളാക്കി മാറ്റും. എന്താണ് ഇതിന്റെ പുറകിലുള്ള അവരുടെ ചെയ്തോ വികാരം? ഫലസ്തീനിലുള്ള അറിയപ്പെട്ട എഴുത്തുകാരനാണ് അദ്ഹം ഷഖാവി. അദ്ദേഹം ഇഖ്വാനിയാണ്, ഹമാസ് അനുകൂലിയാണ്, ഫലസ്തീനുകാരനാണ്. അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ മലയാളത്തിൽ വരെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ഇതിന്റെ ഒരു കാരണം വ്യക്തമാക്കി അദ്ദേഹം ഈ മാർച്ച് മാസത്തിൽ അവസാനത്തിൽ ഇട്ട ഒരു പോസ്റ്റാണ്, ട്വിറ്ററിൽ ഇട്ട ഒരു പോസ്റ്റാണ്, അഖ്തറു ഇലാഹിൻ ഉഅ്ബിദ മിൻ ദൂനില്ലാഹി ഹുവ ഫലസ്തീൻ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആരാധ്യനാണ് ഫലസ്തീൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഫലസ്തീനിനെ പലരും വിഗ്രഹവൽക്കരിച്ചു എന്നുള്ളത്. ആരെങ്കിലും ഫലസ്തീനിന്റെ വിഷയത്തിൽ ഇഖ്വാനികൾ താല്പര്യപ്പെടുന്നതിനനുസരിച്ച് ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര തെമ്മാടിയാണെങ്കിലും എത്ര കുഫറിന്റെ വക്താവാണെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഈ ഫലസ്തീനിന്റെ വിഷയത്തിൽ ഹമാസിനെയോ അതുപോലുള്ള സംഘടനകളിലുള്ള ചില തെറ്റുകൾ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിമർശിച്ചാൽ അവർ സയനിസ്റ്റ് ചാരന്മാരായിട്ടും അതുപോലെ തന്നെ ഭീരുക്കളായിട്ടും എല്ലാം ചിത്രീകരിക്കുന്ന ഒരു രീതി. ഇങ്ങനെ ഫലസ്തീനെയും ഫലസ്തീനിന്റെ വിഷയത്തെയും എന്ത് ചെയ്തു? വിഗ്രഹവൽക്കരിക്കുന്നിടത്തേക്ക് എത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയായിട്ടുള്ള കാര്യമാണ്. അതിനെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് ഈ അടുത്ത് കുവൈത്തിലെ ഒരു വിഖ്യാതനായിട്ടുള്ള ഖാരി ആണ് മിഷാരി റാഷിദ് അൽ അഫാസി. അദ്ദേഹം ഒരു പാട്ടിറക്കി. അതെന്താണ്? തബ്ബത് യദൈൻ ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ ലോകം ഒന്നടങ്കം ഇഖ്വാനികൾ എന്ത് ചെയ്തു? അവർക്ക് ഹാലിളകി. നമ്മുടെ നാട്ടിലുള്ള ഇഖ്വാനികളും അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെതിരിൽ വിരളി പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? മിഷാർ റാഷിദിനെ യഹൂദിയാക്കി മാറ്റി. അയാൾ സയനിസ്റ്റ് ചാരനാക്കി ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടു. മിഷാർ റാഷിദ് എന്താ ചെയ്തിട്ടുള്ളത്? സ്വന്തം നാട്ടിനെ ആക്രമിച്ചിട്ടുള്ളവരാണ് ഇറാന്. ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി. അവിടുത്തെ ജലസംഭരണികളും അതുപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള ഫാക്ടറികളും മഷാരിയായികളും എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായി കുഫറിലുള്ള ആളുകളാണ് ഇറാനിലെ റാഫിദുകൾ. അവർ ഈ തരത്തിൽ വിമർശിക്കാൻ എന്തുകൊണ്ടും അവകാശമുള്ള ആളാണ് മിഷാർ റാഷിദ്. സ്വന്തം നാട്ടിനെ ആക്രമിച്ചവർ കൂടിയാണ്. എന്നിരിക്കെ മൂപ്പര് റാഫിദുകൾക്കെതിരെ ഒരു കവിത അല്ലെങ്കിൽ പാട്ടിറക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്താക്കി? സയനിസ്റ്റ് ചാരനാക്കി മാറ്റി. ഒരു പിശാചാക്കിയാണ് പലതരത്തിലും മുഖത്തിന്റെ രൂപങ്ങളൊക്കെ മാറ്റി എന്താണ് കാർട്ടൂണുകൾ ഇറക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോ അദ്ഹം ഷഖാവി പറഞ്ഞ കാര്യം എത്ര സത്യമാണ്. ഫലസ്തീൻ വിഷയം അതുപോലെ തന്നെ ഹമാസ് എന്നുള്ളതിനെ വിഗ്രഹവൽക്കരിക്കപ്പെട്ടു. ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു റാഫിദ് അല്ലെങ്കിൽ ഒരു മജൂസി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളെ ഏറ്റവും വലിയ ആളാക്കി മാറ്റുക. ആ തരത്തില് അവരിൽ നിന്ന് കൊല്ലപ്പെടുന്നവരെ ഷഹീദുകളായി പ്രഖ്യാപിക്കുക. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. ഫലസ്തീനിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മാധ്യമ പ്രവർത്തക, അവരുടെ പേരാണ് ഷീരീൻ അബു ആഖില എന്ന്. അവർ കൊല്ലപ്പെട്ടു. അവർ ഹമാസിനെ ഫലസ്തീനിന് സപ്പോർട്ട് ആയിട്ടുള്ളവരാണ്, ഇസ്രായേലുകൾക്ക് എഗെയിൻസ്റ്റ് ആണ്. അവർ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അവരെ ഷഹീദായിട്ട് പ്രഖ്യാപിച്ചു ഇഖ്വാനികൾ. അവർക്ക് വേണ്ടി പലയിടത്തും മയ്യത്ത് നിസ്കരിച്ചു. അതുപോലെ തന്നെ കൂട്ടപ്രാർത്ഥനകളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ചെറിയ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഖാസിം സുലൈമാനി എന്ന് പറയുന്ന രക്തദാഹി, അയാള് കൊല്ലപ്പെട്ട സമയത്ത്, അതുപോലെ തന്നെ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട സമയത്ത്, ഇവരെല്ലാം ലക്ഷക്കണക്കിന് സിറിയക്കാരുടെ രക്തത്തില് ഏറ്റവും പങ്കുള്ള ആളുകളാണ്. അവർ കൊല്ലപ്പെട്ടപ്പോ അവരെ ഇഖ്വാനികൾ വിശേഷിപ്പിച്ചത് എന്താണ്? ഷഹീദുൽ ഖുദ്സ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഖാംനഈ കൊല്ലപ്പെട്ടു. ഫലസ്തീനിന് വേണ്ടിയിട്ട് ഷഹീദുൽ ഖുദ്സ് എന്നാണ് അയാളും എന്ത് ചെയ്യുന്നത്?
വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ ഏതെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കുന്ന ആളുകൾ അത് തെറ്റായ ഒരു കാര്യത്തെ വിമർശിക്കുന്നതിന്റെ പേരിൽ അവരെന്താക്കുക, യഹൂദികളാക്കി, വിമർശിക്കുന്നവരെ യഹൂദികളാക്കി ചിത്രീകരിക്കുക, അവരെ സയനിസ്റ്റ് ചാരന്മാരായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. ഈ തരത്തില് ഗസയെയും ഫലസ്തീനെയും ഹമാസിനെയും എന്താക്കുന്നുണ്ട്, വിഗ്രഹവൽക്കരിക്കുകയും സ്നേഹബന്ധത്തിനും അതുപോലെ തന്നെ ബന്ധവിച്ഛേദനത്തിനുമുള്ള മാനദണ്ഡമാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലഅബായിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഔസഖു ഉൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ഏറ്റവും ശക്തമായ പാശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധം. ആര് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അള്ളാഹുവിനെ പ്രിയങ്കരനാണോ, അവരെ നമ്മൾ സ്നേഹിക്കുക. ആര് അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടവരാണോ, അള്ളാഹുവിനെ വെറുക്കുന്നവരാണോ, അവരെ നമ്മൾ വെറുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദീനിന്റെ അടിസ്ഥാനത്തിലാണ് വലഅബായ്, അല്ലാതെ ഏതെങ്കിലും നാട്ടിന്റെ അടിസ്ഥാനത്തിലോ സംഘടനയുടെ അടിസ്ഥാനത്തിലോ പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല. അത് തികച്ചും ജാഹിലിയത്താണ്. അതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. നോക്കൂ, യൂസുഫുൽ ഖർദാവി തന്നെ പറഞ്ഞത് സിറാഉന മഅൽ യഹൂദ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഇന്ന സിറാഅ മഅൽ യഹൂദി സിറാഉന അലൽ അർദ്. ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്, അതല്ലെങ്കിൽ പ്രശ്നമാണ് നമുക്ക് യൂതന്മാരുമായിട്ടുള്ളത്, അല്ലാണ്ട് മതപരമായിട്ടുള്ള പ്രശ്നമല്ല എന്നുള്ളത്. മറിച്ച് യഹൂദികൾ നമ്മളുടെ സഹോദരന്മാരാണ് എന്നുള്ളതാണ് യൂസുഫുൽ ഖർദാവി പറയുന്നത്. അപ്പോ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഈ അദ്ദേഹം ഷർഖാവിക്കെതിരിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേജ് ബ്ലോക്ക് ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായി, ക്യാമ്പയിനുകളുണ്ട്. അദ്ദേഹത്തിന്റെ ട്വിറ്ററിലുള്ള പേജ് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ടായി, ക്യാമ്പയിൻ ഉണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം കാഫിറാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ രംഗത്ത് വന്നു. അപ്പൊ പിന്നീട് ഇദ്ദേഹം ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കി. അതെന്താണ് അദ്ദേഹം പറഞ്ഞത്? മാ അറദ്തു ഖൗലഹു ഇന്നഹു ലൗ ജാഅ ബൂദിയ്യുൻ വകതബ തഗ്രീദ അൻ ഫലസ്തീൻ ثم مات لحاول البعض ادخاله الجنة. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു ബുദ്ധൻ വന്നുകൊണ്ട് ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയാണ് ട്വിറ്ററിൽ. എങ്കിൽ എന്നിട്ട് അയാൾ മരിച്ചു പോകുകയാണെങ്കിൽ കുറെ ആളുകൾ അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് റഹിമല്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കാനത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ മാത്രം ഒരാൾ ചെയ്യുന്ന എല്ലാ പാപത്തെയും അത് പൊറുക്കയില്ല. അപ്പൊ ഫലസ്തീനു വേണ്ടി വാക്കാല് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ അയാൾ ചെയ്ത ക്രൂരതകളും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രഖ്യാപിച്ചുള്ള കുഫറുകളെല്ലാം ആ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ എന്തെയില്ല, അത് മായ്ച്ചു കളയില്ല എന്നുള്ളതാണ്. എത്ര സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള വർഗീയതയാണിത്. ഒരു നാട്, അതല്ലെങ്കിൽ ഒരു കക്ഷി, അല്ലെങ്കിൽ ഒരു പാർട്ടി, അതിനെ സ്നേഹബന്ധത്തിനും അതുപോലെ തന്നെ ബന്ധം വിച്ഛേദിക്കുന്നതിനും മാനദണ്ഡമാക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ദഅവൽ ജാഹിലിയ, അത് ജാഹിലിയ സ്വഭാവമാണ്. ദഊഹ ഫഇന്നഹ മുൻതിന, അത് അങ്ങേയറ്റം എന്താണ്, ദുർഗന്ധം വമിക്കുന്നതാണ്, അതിന് നിങ്ങൾ വെടിയുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ അദ്ദേഹം ഷർഖാവി തന്നെ ഇവിടെ മറ്റൊരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഇതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ കാനൽ വലാഉ ലിൽ അർദി മാ തറക നബിയു മക്ക. ഒരു നാടാണ് നമ്മളുടെ ഏറ്റവും വലിയ വിഷയം, അതിന്റെ പേരിലാണ് നമ്മൾ ബന്ധം വിച്ഛേദിക്കുന്നതും ബന്ധം ചേർക്കുന്നതും എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മക്ക വിട്ടുപോകുമായിരുന്നില്ല. നമുക്ക് മക്കയല്ല വലുത്, മക്കയെക്കാളും വലുത് നമ്മുടെ ദീനാണ് വലുത്, അള്ളയാണ് വലുത്. വലൗ കാന ലിൽ ഖബീലതി മാ ഖാതല ഖുറൈശൻ, സ്വന്തം ഖബീലയാണ് മാനദണ്ഡമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്തുമായിരുന്നില്ല, ഖുറൈശികളോട് യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലൗ കാന ലിഅഇലതിൻ മാ തബറഅ മിൻ അബി ലഹബ്, കുടുംബമാണ് നമ്മുടെ മാനദണ്ഡം. കുടുംബത്തിന്റെ പേരിലാണ് നമ്മൾ സ്വന്തം കുടുംബത്തിലുള്ള അടുപ്പം വെച്ച് പുലർത്തുന്നോ, അവരോട് അടുപ്പം വെച്ച് പുലർത്തുന്നു, അവരോട് അകൽച്ച വെച്ച് പുലർത്തുന്നവരെ അകൽച്ച, അതൊന്നും അല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലഹബിൽ നിന്ന് ഒരിക്കലും ബറാഅത്ത് പറയുമായിരുന്നില്ല. വലാകിന്നഹൽ അഖീദ, നമുക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ദീനാണ്. നമ്മുടെ വലഅബറായിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അഖീദയും ദീനുമാണ്. അഗ്ലാ മിന തുറാബി വദ്ദം, നമ്മുടെ രക്തത്തെക്കാളും അതുപോലെ തന്നെ നാടിനേക്കാളും ഒക്കെ വലുതാണ്. അപ്പോ ഏതെങ്കിലും റാഫിദി മജൂസികള് ഈ തരത്തില് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്നതിന്റെ പേരിൽ അതെല്ലാം കാപട്യമാണെന്നുള്ള വേറൊരു കാര്യം.
അതിന്റെ പേരിൽ അവരെ വീരന്മാരാക്കി ഷഹീദുകളാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇതെല്ലാം ജാഹിലിയത്തുകൾ മാത്രമാണ്. അതുപോലെ തന്നെ സിറിയയിലെ ബഷാർ അൽ അസദിനെയും അയാളുടെ സൈന്യത്തെയും എല്ലാം വെള്ളപൂശിയിട്ടുണ്ടായിരുന്നു ഇഖ്വാനികൾ. ചൈനയെ പുകഴ്ത്തി പറയുന്നു. ഇന്ന് ചൈനയിലെ എത്ര ഈഗോറിലെ മുസ്ലിമീങ്ങളാണ് ചൈനീസ് ഗവൺമെന്റ് കൊന്നു കളഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങ് നോർത്ത് കൊറിയയിൽ കിമ്മിനെ വരെ പുകഴ്ത്തി പറയുന്ന ആളുകൾ നമ്മളുണ്ട്, ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ. നഊദുബില്ല. അപ്പോ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ അഖീദയാണ്. ആരാണ് നമ്മുടെ വിശ്വാസത്തിന് അനുകൂലമാകുന്നത്, നമ്മുടെ ദീനിനെ അനുകൂലിക്കുന്നത്, അവരോട് നമ്മൾ സ്നേഹബന്ധപ്പെടുത്തുക. ദീനിൽ നിന്ന് എത്ര ഒരാൾ അകലുന്നു അല്ലെങ്കിൽ ദീനിൽ ശത്രുപ്പെടുത്തുന്നോ അവരോട് നമ്മൾ ശത്രുപ്പെടുത്തുക. ഇതാണ് നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. നസ്അലുല്ലാഹ തൗഫീഖ് വൽ ഹിദായ ലിൽ ജമീഅ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.